Big Billiondays അനുബന്ധിച്ച് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ നടക്കുന്ന സെയിൽ പ്രൈസ് ലൈവിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന കുറച്ച് സ്മാർട്ട് വാച്ചുകളുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു റേറ്റ് ആയിരിക്കുമോ ബിഗ് ബില്യൺ വരുമ്പോഴെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതിനേക്കാളും കാശ് കുറഞ്ഞു കിട്ടാം. ചില വാച്ചുകളിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സെയിൽ പ്രൈസ് ലൈവ് തുടങ്ങിയ സമയത്ത് ഞാൻ റേറ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അതിനേക്കാളും ചിലത് കൂടിയിട്ടുണ്ട്, ചിലത് അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുകയാണെങ്കിൽ അത് ഏതിനൊക്കെയാണ് കുറഞ്ഞത് അല്ലെങ്കിൽ ഏതിനൊക്കെയാണ് കൂടിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, സ്മാർട്ട് വാച്ച് ഉള്ളവരായിക്കോട്ടെ അതല്ല സ്മാർട്ട് വാച്ച് വാങ്ങിക്കാൻ പോകുന്ന ഒരാളായിക്കോട്ടെ, എക്സ്ട്രാ ഒരു സ്ട്രാപ്പ് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അതായത് നമ്മുടെ ഡ്രസ്സിന്റെ കളറിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു മോഡൽ ഏതാണെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ഇൻസ്റ്റയിലുള്ള DeepZStore എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മറ്റുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ച് കിട്ടുന്നതാണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക DeepZStore. അപ്പോൾ ആദ്യം നമുക്ക് നോയ്സിലേക്ക് വരുവാണെങ്കിൽ കളർ ഫിറ്റ് ഐക്കൺ 2 നമ്മുടെ ചാനലിൽ ഓൾറെഡി അൺബോക്സ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ്. ഞാൻ ആ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്പ്ലേ LCD ഡിസ്പ്ലേ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു അമോലെഡ് ഫീൽ ഒക്കെ കിട്ടുന്ന ഒരു ഡിസ്പ്ലേ ആണ്. സോ 1799 നോർമൽ റേറ്റ്. എനിക്ക് തോന്നുന്നത് ഇറങ്ങിയ സമയത്ത് നോർമൽ റേറ്റ് 2299 2499 ആയിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങോട്ട് റേറ്റ് 1799 വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സെയിൽ പ്രൈസ് ലൈവ് തുടങ്ങിയ സമയത്ത് 1599 ആയിരുന്ന പ്രോഡക്റ്റ് ഇപ്പോൾ ഇന്ന് ആക്ച്വലി നമുക്കത് 1499 രൂപയ്ക്ക് ലഭ്യമാകുന്നു. ചിലപ്പോൾ ഇതിന്റെ വില ഇനിയും കുറയാൻ ചാൻസ് ഉണ്ട്. 1299 അല്ലെങ്കിൽ 999 പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തത് ലൂപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ 1499 അതുപോലെ തന്നെ 1849 പല കളേഴ്സിനനുസരിച്ചിട്ടാണ്. എന്തായാലും ആ ഒരു പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1299 രൂപ സെയിൽ പ്രൈസിൽ എത്തിയിട്ടുണ്ട്. കൂടാതെ ഐക്കൺ ബസ് 1599 1649 ആയിരുന്നു കുറച്ച് ദിവസമായിട്ട്. എന്നാൽ നമുക്കിപ്പോൾ സെയിൽ പ്രൈസ് ലൈവിൽ 1499 എത്തിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇതായിരിക്കില്ല റേറ്റ്, വീണ്ടും BBDയിൽ കുറയാൻ ചാൻസ് ഉണ്ട്. കളർ ഫിറ്റ് കാലിബർ 1599 1649 ഈ ഒരു റേറ്റിൽ തന്നെയാണ് അതും നമുക്ക് കാണാൻ പറ്റുക. എന്നാൽ സെയിൽ പ്രൈസ് ലൈവിൽ 999 എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ബിഗ് ബില്യൺ ഡേയ്സിലും ഈ ഒരു റേറ്റ് തന്നെയായിരുന്നു. ഓൾറെഡി നമ്മുടെ ചാനലിൽ അൺബോക്സിംഗ് ചെയ്തിട്ടുണ്ട്, യൂസർ റിവ്യൂ സഹിതം ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആണ് ആ സമയത്ത് ഇറങ്ങിയ സമയത്ത്. എന്നാൽ ഇപ്പോൾ എന്താ പറയുക, ഈ ഒരു 1600 റേഞ്ചിലൊക്കെ നല്ല ബ്ലൂടൂത്ത് കോളിംഗ് ടെക്നോളജി ഉള്ളൊരു വാച്ച് കിട്ടും ഇവിടേക്ക്. എന്നാൽ 1000 രൂപയ്ക്ക് നമുക്ക് കൺസിഡർ ചെയ്യാന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം കാലിബർ 2 ബസ്സും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. എന്തായാലും കാലിബർ 2 ബസ്സിലേക്ക് വരുവാണെങ്കിൽ 1529 രൂപ കുറച്ച് നാളായിട്ട് നോർമൽ റേറ്റ് ആണ്. എന്നാൽ ഇപ്പോൾ നമുക്കത് 1499 എത്തിയിട്ടുണ്ട്. പക്ഷേ സെയിൽ പ്രൈസ് അല്ല കേട്ടോ അതും. പിന്നെ ഫിറ്റ് ബസ് 1999 2999 പല റേറ്റുകളിൽ കാണാം. ഇത് 2999 എന്ന് പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു കളർ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ. എന്നാലും ഇപ്പോൾ നമുക്കത് 1499 രൂപയ്ക്ക് കാണാൻ പറ്റും. സെയിൽ പ്രൈസ് അല്ല, നോർമൽ റേറ്റ് ആണ്. കൂടാതെ ബോട്ടിലേക്ക് വരുവാണെങ്കിൽ വേവ് കണക്ട് 1799 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1499 രൂപയ്ക്കും, വേവ് ആർക്കേഡ് 1649 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1499 രൂപയ്ക്ക് ലഭ്യമാകുന്നു. വേവ് ബീറ്റ് കോൾ 1329 1099 രൂപയ്ക്ക് ലഭ്യമാകുന്നു. ഈ ഒരു ബീറ്റ് കോൾ ആക്ച്വലി നമുക്ക് സെയിൽ പ്രൈസ് ആണ്. എന്നാൽ മറ്റതൊക്കെ ഞാൻ പറഞ്ഞത് നോർമൽ റേറ്റ് ആണ് കേട്ടോ. അതായത് സെയിൽ പ്രൈസിൽ വരാണ്ട് കാശ് കുറഞ്ഞ പ്രോഡക്റ്റ് ആണ്. കൂടാതെ ലൂണാർ കണക്റ്റിലേക്ക് വരുവാണെങ്കിൽ 2499 1899 വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമുക്കത് ഒരു 100 രൂപ കൂടി കുറഞ്ഞിട്ട് 1799 നോർമൽ റേറ്റിലേക്ക് വന്നിട്ടുണ്ട്. അതായത് സെയിൽ പ്രൈസിൽ വന്നിട്ടില്ല, എന്നാലും പൈസ കുറഞ്ഞിട്ടുണ്ട്. കൂടാതെ അൾട്ടിമ കണക്ട് നോക്കുകയാണെങ്കിൽ 1899 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1099 രൂപ എന്ന ഒരു സെയിൽ പ്രൈസിൽ എത്തിയിട്ടുണ്ട്. ഇനി ബോൾട്ടിലേക്ക് വരുവാണെങ്കിൽ ഡ്രിഫ്റ്റ് 1499 പ്രോഡക്റ്റ് 1299 രൂപയ്ക്ക് ലഭ്യമാകുന്നു. സെയിൽ പ്രൈസ് എന്നാണ് കാണിക്കുന്നത്. ഉറപ്പായിട്ടും ഇതായിരിക്കില്ല സെയിൽ പ്രൈസ്. കാരണം ബോൾട്ടിന്റെ ആദ്യത്തെ ഒരു സ്മാർട്ട് വാച്ച് ആണ് ഈ ഒരു ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 999 എന്തോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മിക്കവാറും BBDയിൽ 999 ആയിരിക്കാം കിട്ടുക കേട്ടോ. ഇനി സ്ട്രൈക്കർ പ്രോയിലേക്ക് വരുവാണെങ്കിൽ 2299 2499 ഈ 2499 ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെയിൻ ടൈപ്പിനാണ്. എന്തായാലും 2299 പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 1999 അതായത് സിലിക്കൺ സ്ട്രാപ്പ് 1999 2499 എന്നുള്ള ആ ഒരു ചെയിൻ സ്ട്രാപ്പ് ഉള്ളതിന് 2199 ലഭ്യമാകുന്നു. സിലിക്കൺ വാങ്ങിച്ച ആൾക്കാർക്ക് ഉറപ്പായിട്ടും ചെയിൻ ഇടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അതല്ല ചെയിൻ വാങ്ങിച്ച ഒരാൾക്ക് സിലിക്കൺ ഇടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും DeepZStore ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യണം. എല്ലാ മോഡൽസും നമുക്ക് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി സ്ട്രൈക്കറിലേക്ക് വരുവാണെങ്കിൽ 1499 പ്രോഡക്റ്റ് 1299 സെയിൽ പ്രൈസിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ ക്രാഫ്റ്റ് 1199 ആണ് നോർമൽ റേറ്റ് കേട്ടോ. പക്ഷേ കുറച്ച് നാളായിട്ട് ഈ റേറ്റ് ആയിരുന്നു.
എന്നാൽ ഇപ്പോൾ നമുക്ക് സെയിൽ പ്രൈസിലും ഈ ഒരു റേറ്റിന് കാണാം. അതെന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. കൂടാതെ ഡ്രിഫ്റ്റ് പ്ലസ് 1199 എന്നുള്ള സെയിൽ പ്രൈസിൽ എത്തിയിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇതും എനിക്ക് പറയാനുള്ളത് ഒരു 1099 അല്ലെങ്കിൽ 999 എത്താൻ ചാൻസ് ഉണ്ട് BBDയിൽ. ഫയർബോൾട്ടിലേക്ക് വരുവാണെങ്കിൽ വണ്ടർ 1499 നോർമൽ റേറ്റ്. എന്നാൽ പിങ്ക് കളർ, അതായത് പിങ്ക് സ്ട്രാപ്പ് മാത്രം നമുക്ക് 1305 എന്നുള്ളൊരു സെയിൽ പ്രൈസിൽ എത്തിയിട്ടുണ്ട്. കൂടാതെ ടൊർണാഡോ 1506, 1799 പല റേറ്റിലുണ്ട്, അതായത് കളറിനനുസരിച്ചിട്ട്. എന്നാലും ഇപ്പോൾ അത് 1606 എന്നുള്ള ഒരു ചെറിയൊരു പ്രൈസ് ഡ്രോപ്പിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് സെയിൽ പ്രൈസ് അല്ല കേട്ടോ. ഇനി ഗിസ്മോറിലേക്ക് വരുവാണെങ്കിൽ സ്ലേറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ്, സത്യം പറഞ്ഞാൽ കുറേ നാളായിട്ട് ആ ഒരു പ്രോഡക്റ്റിന്റെ വില എന്ന് പറയുന്നത് 1299 ആണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതിന്റെ വില എന്ന് പറയുന്നത് 5999, 5649 എന്നൊക്കെയാണ്. എന്തായാലും ആ ഒരു റേറ്റിൽ നിന്ന് മാറിയിട്ട് വീണ്ടും അങ്ങോട്ട് 1299 എന്നുള്ള ഒരു നോർമൽ റേറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനി Amazfitലേക്ക് നോക്കുന്ന ഒരു GTR 3 Pro അത്യാവശ്യം നല്ല എന്താ പറയുക ഒരു കുറച്ച് കാശുള്ള പ്രോഡക്റ്റ് ആണ്. 18,999 നോർമൽ റേറ്റ്. എന്നാൽ നമുക്ക് ഇപ്പോൾ അത് 13,990 രൂപ എന്നുള്ള ഒരു സെയിൽ പ്രൈസിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല എന്താ പറയുക ലാഭകരമായിട്ട് നമുക്ക് ഇപ്പോൾ വാങ്ങിക്കാം. ഇനി Beatxpയിലേക്ക് വരുവാണെങ്കിൽ Beatxp എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സ് അസോസിയേറ്റ് ചെയ്യുന്ന പാർട്ട്നേഴ്സിൽ ഒരാളാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ Beatxpനെ കുറിച്ച് പറയുകയാണെങ്കിലേ ഈ സെയിൽ പ്രൈസ് ലൈവ് നടന്ന സമയത്തുള്ള റേറ്റ് ഉണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക്, അതായത് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു ദിവസം 29 നോക്കുമ്പോഴത്തേക്ക് വേറൊരു റേറ്റിലേക്ക് വന്നു. ഉഡായിപ്പ് എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. Beatxpയിൽ 5 പ്രോഡക്റ്റുകളാണ് ആക്ച്വലി നമ്മുടെ സെയിൽ പ്രൈസ് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഫസ്റ്റ് ഡേയിൽ വന്ന റേറ്റ് അല്ല കേട്ടോ. ഇപ്പോൾ വീഗോ നോക്കുവാണെങ്കിൽ 2499 നോർമൽ റേറ്റ്. എന്നാൽ 1999 എന്നുള്ള സെയിൽ പ്രൈസ് അല്ല, പക്ഷെ നോർമലി ഒരു പ്രൈസ് ഡ്രോപ്പ് ഉണ്ടായി. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ബാക്ക് ടു 2499 എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് മാവ് സൂപ്പറിലേക്ക് നോക്കുവാണെങ്കിൽ 1099 പ്രോഡക്റ്റ് ഫസ്റ്റ് ഡേയിൽ സെയിൽ പ്രൈസിൽ നമുക്ക് 1099 കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 1499 എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നോക്കുമ്പോഴത്തേക്ക് 1999 പ്രോഡക്റ്റ് 1499 കിട്ടുന്നു. സെയിൽ പ്രൈസിലൊക്കെ തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് ഡേയിൽ എന്തായാലും അതല്ലായിരുന്നു റേറ്റ്, അതിനേക്കാളും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. മേ ബി ബിഗ് ബില്യൺ ഡേയ്സിൽ 1099 കിട്ടാൻ ചാൻസ് ഉണ്ട്. കൂടാതെ വേഗ എക്സ് 2699 പ്രോഡക്റ്റ് ആണ്. 1999 ആദ്യം കണ്ടത്. എന്നാൽ ഇപ്പോൾ നമുക്കത് 2299 ലഭ്യമാകുന്നു. കൂടാതെ ടെറ 2499 പ്രോഡക്റ്റ് 1399 എത്തിയെങ്കിൽ പോലും ഇപ്പോൾ അത് 1799 മാറിയിട്ടുണ്ട്. 1399 എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം നല്ല ഒരു പ്രൈസ് ഡ്രോപ്പ് ആയിരുന്നു. 1799 പക്ഷേ ഇപ്പം അങ്ങോട്ട് പെട്ടെന്ന് മാറ്റി. കൂടാതെ മാർ ഓറ 1799 പ്രോഡക്റ്റ് 1099 എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് 1800 രൂപയുടെ പ്രോഡക്റ്റ് 1100 രൂപയ്ക്ക് ഒരു 700 രൂപ കുറഞ്ഞിട്ട് കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 1299, 1300 എത്തിയിട്ടുണ്ട്. എന്തായാലും എന്തിനാണ് ഇത്രയും പൈസ പെട്ടെന്ന് അങ്ങോട്ട് കൂട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. മേ ബി നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സ് വരുമ്പോഴത്തേക്ക് വീണ്ടും ആ ഒരു ആദ്യം കാണിച്ച ആ ഒരു പ്രൈസ് ലൈവിൽ ഉണ്ടായിരുന്ന റേറ്റിൽ കിട്ടോ, അല്ലെങ്കിൽ അതിനേക്കാളും കാശ് കുറഞ്ഞോ കാണാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ആ സമയത്ത് ഒരു വീഡിയോ ചെയ്യും, നിങ്ങൾ ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇനി ഫാസ്റ്റ് ട്രാക്കിലേക്ക് വരുവാണെങ്കിൽ റിവോൾട്ട് FS1 പ്ലസ് 2299 പ്രോഡക്റ്റ് 1999 എന്നുള്ളൊരു നോർമൽ പ്രൈസ് ഡ്രോപ്പിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ സെയിൽ പ്രൈസ് അല്ല കേട്ടോ. കൂടാതെ റിവോൾട്ട് FS1 മാക്സ് 2199, 2299 അങ്ങനെ പല റേറ്റുകളിൽ കാണാം. കളറിനനുസരിച്ചിട്ട് 1999 രൂപ എന്നുള്ള ഒരു നോർമൽ റേറ്റിലേക്ക് വന്നിട്ടുണ്ട്. പ്രൈസ് ഡ്രോപ്പ് ആണ്, അല്ലാണ്ട് സെയിൽ പ്രൈസ് അല്ല. അപ്പൊ ഇത്രയാണ് എന്തായാലും ഈ ഒരു സെയിൽ പ്രൈസ് ലൈവും അല്ലെങ്കിൽ ആ ഒരു സെയിൽ പ്രൈസ് ലൈവിനോടനുബന്ധിച്ചിട്ട് കുറച്ച് പ്രോഡക്റ്റുകൾക്ക് പ്രൈസ് ഡ്രോപ്പ് ഉണ്ടായതും. അപ്പോൾ ടോട്ടലി നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ചില പ്രോഡക്റ്റുകൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് പ്രൈസ് ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട്, ചില പ്രോഡക്റ്റുകൾക്ക് ഉണ്ടായിട്ടില്ല. മിക്കവാറും BBDയിൽ ഇതിനേക്കാളും കുറച്ചുകൂടിയൊക്കെ പ്രൈസ് ഡ്രോപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് അത്യാവശ്യമാണ് സാധനം വാങ്ങിച്ചാലേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്ത് ഞാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒക്കെ പോയി വാങ്ങിക്കാം. 1500 രൂപയ്ക്കുള്ളിൽ കളർ ഫിറ്റ് ഐക്കൺ 2 വാങ്ങിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല. നല്ലൊരു പ്രോഡക്റ്റ് ആണ്. കൂടാതെ വേവ് ബീറ്റ് കോൾ ആണെങ്കിലും 1100 രൂപയ്ക്ക് കിട്ടും. 1000 രൂപയ്ക്കുള്ളിലാണെങ്കിൽ നമ്മുടെ കാലിബറും ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ ആംബ്രെയിൻ അതുപോലെ തന്നെ റിയൽമി ഡിസോ ഇതൊന്നും തന്നെ ഇതുവരെ അങ്ങോട്ട് സെയിൽ പ്രൈസിലോട്ടൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തത്. എന്തായാലും ബിഗ് ബില്യൺ ഡേയ്സ് ആവട്ടെ, അതും കൂടെ ഒക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു സെയിൽ പ്രൈസ് ലൈവിൽ വാങ്ങിച്ച ആകുന്ന കുറച്ച് സ്മാർട്ട് വാച്ചുകളുടെ വിശേഷങ്ങൾ നിങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.